നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പുതിയ സെൽഫി വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ ഒരു വലിയ പാലം പണിയുന്നു. നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം എന്ന തരത്തിൽ പിണറായി വിജയൻ തന്നെ ആ പാലം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമൊക്കെ സകല പത്രങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ആരവമുണ്ടാക്കാൻ, തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ചെന്നതാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? വിവാദമായത് ഒരു സെൽഫിയാണ്. ആതിര ഗ്രേസ് എന്ന് പറയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം യുവതിയാണ്. അവരെ സ്ഥലം മെമ്പർ ആയതുകൊണ്ട് സ്റ്റേജിലുണ്ടായിരുന്നു. പരിപാടി നടക്കുന്നതിനാൽ പിണറായി വിജയൻ നടന്നു പോകുന്നു. അടുത്തുനിന്ന് ഒരു സെൽഫി എടുത്തേക്കാം എന്ന് കരുതി അവരടുത്തേക്ക് ചെല്ലും. ഈ ദൃശ്യങ്ങളെല്ലാം ലഭ്യമാണ്. അടുത്തേക്ക് ചെല്ലുമ്പോൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് പിണറായി പോവുകയാണ്. ഇതിനേക്കാൾ വലിയ നാണക്കേട് ആ പെൺകുട്ടിക്കില്ല എന്നോർക്കണം. പണ്ട് ചെറുപ്പത്തിലായിരുന്നപ്പോൾ ചുവന്നുടുപ്പിട്ടുകൊണ്ട് അവൾ സെൽഫി എടുത്ത ഒരു ചരിത്രമുണ്ട്. അത് ഓർത്ത് ഓടിയെത്തിയതാണ്. പക്ഷെ പിണറായി തട്ടിമാറ്റി മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ടു. പക്ഷെ സഖാത്തിയല്ലേ, അത് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സഖാത്തി മെഴുകി നിരങ്ങുന്നുണ്ട്. ഞാൻ സെൽഫി എടുക്കാൻ പോയതല്ല, ഞാൻ നിവേദനം കൊടുക്കാൻ പോയതാണ് എന്ന് പറയുന്നു. അപ്പോൾ നിവേദനം എവിടെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ മൊബൈലിലായിരുന്നു നിവേദനം എന്ന് പറയുന്നു. ആലോചിച്ച് നോക്കൂ, മൊബൈലിൽ നിവേദനം കൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോകാൻ മാത്രം വിവരമില്ലാത്ത ഒരാൾ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാകുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? മൊബൈൽ ഫോണിൽ നിവേദനം കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെ ജനപ്രതിനിധിയാകും ഈ ആതിര. ആലോചിച്ച് നോക്കൂ, ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ രക്ഷിച്ചെടുക്കണം, മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ലെന്ന് വരുത്തി തീർക്കണം. സഖാത്തിയാണല്ലോ, അതുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ ശബ്ദം എല്ലാവരും കേട്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചു വിട്ടതാണ്. ആ അപമാനം അവർക്ക് തോന്നുന്നില്ല. സഖാത്തികൾക്ക്, അടിമകൾക്ക് ഒരിക്കലും അപമാനം തോന്നില്ല. പക്ഷേ അത് തുറന്നു സമ്മതിക്കാതെ അതിനെ ന്യായീകരിക്കാനുള്ള ഉളുപ്പില്ലായ്മയുണ്ടല്ലോ, അതാണ് സഹിക്കാനാവാത്തത്. ഇത് പിണറായി വിജയനിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. ആദ്യമായല്ല സെൽഫി എടുക്കാൻ വരുന്നവരെ അടിച്ചോടിക്കുന്നത്. ഒരു കൊച്ചു പയ്യൻ സെൽഫി എടുക്കാൻ വന്നപ്പോൾ കൈ പിടിച്ച് താത്തിയത് നമ്മൾ കണ്ടതാണ്. പിന്നെ PR ഏജൻസികൾ അത് മെയിൻറ്റെയിൻ ചെയ്തെടുത്തു എന്ന് മാത്രം. മൈക്ക് പ്രവർത്തിക്കാതെ വന്നപ്പോൾ മൈക്കിനെതിരെ കേസെടുത്ത മുഖ്യമന്ത്രിയാണിതെന്ന് ഓർക്കണം. താൻ സംസാരിക്കുന്നതിന് മുൻപ് മറ്റാരും സംസാരിക്കാൻ പാടില്ല എന്ന് പിണറായിക്ക് വാശിയാണ്. താൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും സംസാരിച്ചുള്ളൂ, പിണറായി അവിടെ ഇരിക്കില്ല, ഇറങ്ങിപ്പോരും. ആകപ്പാട് പിണറായി സ്റ്റേജിലുള്ളപ്പോൾ സംസാരിക്കുന്ന ഒരേ ഒരു കൂട്ടർ അവതാരകരാണ്. അവതാരകർക്ക് കയ്യടി കിട്ടിയാൽ പിണറായിക്ക് സഹിക്കാനാവില്ല. അവരോടും പൊട്ടിത്തെറിക്കും, നിർത്തുമെന്ന് പറയും. സ്വാഗത പ്രസംഗകൻ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നല്ല കയ്യടിയാണെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ പിണറായി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചാടി എണീക്കും. ധാർഷ്ട്യത്തിൻ്റെ അങ്ങേയറ്റമാണ്, ഒരു സംശയവും വേണ്ട. ഈ ധാർഷ്ട്യത്തെയാണ് ഇവർ ഇരട്ടച്ചങ്കായി മാറ്റിയത്. ഈ ധാർഷ്ട്യത്തെ ഇരട്ടച്ചങ്കായി മാറ്റി സഖാക്കൾ വാഴ്ത്തുപാട്ട് പാടിയപ്പോൾ എല്ലാവരും ഇരട്ടച്ചങ്കാന്ന് വിളിച്ചു. വാസ്തവത്തിൽ നീലക്കുറുക്കൻ്റെ അവസ്ഥയാണ്. നീല നിറം മാറുമ്പോൾ ഒറിജിനൽ കുറുക്കനാണെന്ന് ആളുകൾക്ക് പിടികിട്ടും. ഇത് തന്നെയാണ് പിണറായിയുടെ സ്വഭാവവും. അതുകൊണ്ട് എവിടെ ചെന്നാലും പിണറായി ഈ അഹങ്കാരം കാണിക്കുന്നത്, ധാർഷ്ട്യം കാണിക്കുന്നത്, അതിനെയൊക്കെ പുട്ടിയിടാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും അത് നിലനിൽക്കില്ല എന്ന് തെളിയിക്കുകയാണ് ഈ പുതിയ സെൽഫി വിവാദം. ഓർക്കൂ, താൻ കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ തന്നുവിടുന്ന ഒറോട്ടി അത് മാത്രമായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഒറോട്ടി പോലുമില്ല, ഭക്ഷണമായിരുന്നു. അരവയറ് മുറുക്കി കെട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിണറായിയുടെ സഹപ്രവർത്തകനായ മുൻ മന്ത്രി കൂടിയായ C. ദിവാകരൻ പറയുന്നത് ജാഥയിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ചൂരൽ മീൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് തട്ടിത്തെറിപ്പിച്ചെന്ന്, ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയെന്ന്. അതായത് നെയ്മീൻ മാത്രമേ കഴിക്കൂ, ചൂരൽ മീൻ കഴിക്കില്ല. ഇത് യഥാർത്ഥ പിണറായിയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം ആര് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും, അതിൻ്റെ മേൽ എത്ര പുട്ടിയിടാൻ ശ്രമിച്ചാലും അതങ്ങനെ തന്നെ തെളിഞ്ഞു നിൽക്കും. എത്രയോ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഏറ്റവും സങ്കടകരമായി ഇന്നും എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നത് മൈക്കിനെതിരെ കേസെടുത്തതോ അവതാരികയെ അപമാനിച്ചതോ സെൽഫി എടുക്കുന്ന കുട്ടിയുടെ കയ്യിൽ തട്ടിയതോ അല്ല. നേരെ മറിച്ച് കണ്ണൂർ SN കോളേജിൽ കൃത്യം 3 വർഷം മുമ്പ് 2023 ജനുവരിയിൽ നടന്ന ഒരു ദാരുണ സംഭവമാണ്. SN കോളേജിലെ പരിപാടിയിൽ പിണറായിയുടെ ചങ്കുബ്രോ വെള്ളാപ്പള്ളി നടേശനടക്കം എല്ലാവരുമുണ്ട്. പരിപാടിയുടെ തുടക്കത്തിൽ ഗുരുപ്രാർത്ഥനയ്ക്ക് വേണ്ടി അവതാരകൻ ക്ഷണിക്കുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്ന ഗുരുഗീതം ആലപിക്കാൻ തുടങ്ങുന്നു. സകലരും എണീൽക്കുന്നു. എണീക്കാൻ മടിച്ച് പിണറായി വിജയൻ അവിടെ ഇരിക്കുകയാണ്. തൊട്ടടുത്തിരുന്ന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എണീക്കാൻ തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്കിരുന്നാൽ ശരിയാവില്ല കണ്ട് പിണറായി വിജയൻ കടന്നപ്പള്ളിയുടെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. ആലോചിച്ച് നോക്കൂ, പിണറായി വിജയൻ എന്ന ഈ നേതാവിനും CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് ചെയ്യുന്നതിൽ മഹാഭൂരിപക്ഷവും ഈഴവ തീയ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരാണ് പിണറായിയെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി കൊണ്ടു നടക്കുന്നത്. എന്നാൽ ഗുരുവിനെ കണ്ടുകൂടാത്ത, ഗുരുനിന്ദയിൽ ആനന്ദിക്കുന്ന ഒരു നേതാവാണ് പിണറായി എന്ന് മറക്കരുത്. ഗുരുദേവനെക്കുറിച്ച് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരു സാമൂഹിക പരിഷ്കർത്താവേ എന്ന നിലയിൽ ഈ സമൂഹത്തിന് ചെയ്ത പുരോഗമന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗുരുവിനെ ആത്മീയ നേതാവായി ഒരിക്കലും പിണറായി വിജയൻ അംഗീകരിച്ചിട്ടില്ല. ഗുരുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ചില്ല എന്ന് വയ്ക്കുക.
പക്ഷെ ഗുരുവിൻ്റെ സ്പിരിച്വാലിറ്റിയെ, ആത്മീയതയെ പോലും അംഗീകരിക്കാൻ പിണറായിക്ക് മടിയാണ്. ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തെയാണ് പിണറായി വിജയൻ തിരസ്കരിക്കുന്നത്. പുരോഗമനത്തിന് കുപ്പായം അണിഞ്ഞുകൊണ്ട് പിണറായി ഗുരുദേവനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഗുരുദേവന്റെ പേരിൽ വോട്ട് പിടിക്കുന്നു. ഉളുപ്പില്ലാത്ത വെള്ളാപ്പള്ളി നടേശനെ ഗുരുദേവനെ അപമാനിക്കുന്നതിൽ ഒരു വിഷമവും തോന്നില്ല. എന്നാൽ ഗുരുവിനെ ഇഷ്ടപ്പെടുന്ന, ഗുരുവിൻ്റെ സ്നേഹത്തിൽ ഊറ്റം കൊള്ളുന്ന ആയിരക്കണക്കിന് ഈഴവർക്ക്, തീയർക്ക്, SNDP പ്രവർത്തകർക്ക് അത് വേദനയുളവാക്കുന്ന ആളാണ്. ഗുരുദേവനെ പരസ്യമായി അപമാനിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരു നേതാവ് പിണറായി വിജയൻ മാത്രമാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നേതാവും ഗുരുദേവ സ്തുതി കാണുമ്പോൾ അവിടെ ധാർഷ്ട്യത്തോടെ ഇരിക്കില്ല. എല്ലാവരും എണീറ്റ് നിന്നിട്ടും, പിണറായിയേക്കാൾ 10 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള വെള്ളാപ്പള്ളി നടേശൻ എണീറ്റ് നിന്നിട്ടും പിണറായി അവിടെ ഇരിക്കുക മാത്രമല്ല, തൻ്റെ ധാർഷ്ട്യത്തിന് കൂട്ടുപിടിക്കാൻ മന്ത്രി കടന്നപ്പള്ളിയെ മനസ്സോടെ പിടിച്ചിരുത്തുകയും ചെയ്തു. ഇതാണ് പിണറായി വിജയൻ. ഗുരുവിനെ അപമാനിച്ച് നിർവൃതിയടയുന്നയാൾ. ഇത്രയും വലിയ ധാർഷ്ട്യം, ഇത്രയും വലിയ ധിക്കാരം ഈ പിണറായി വിജയൻ വേറെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സെൽഫിയുടെ പേരിൽ പരിഹസിക്കുന്നതിനേക്കാൾ എൻ്റെ മനസ്സിൽ എന്നും ഓടിയെത്തുന്നത് ഗുരുദേവനെ അപമാനിച്ച പിണറായിയുടെ മുഖമാണ്. ഒരു ശ്രീനാരായണൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മായരുതാത്തതാണ് ഈ അപമാനത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ദൃശ്യങ്ങൾ.